ആരാടി മെനക്കെടുത്താൻ വേണ്ടി വിളിക്കണേ? ഹലോ സാറേ, ആ സാറേ, പാടവരമ്പത്ത് 4-5 പേര് ചേർന്നിട്ട് റമ്മി കളിക്കുന്നു. സാർ പെട്ടെന്ന് വാ. അയ്യോ, റമ്മികളാണെങ്കിൽ ഞാൻ വരത്തില്ല. അതെന്താ സാറേ? റമ്മികൾ എനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ കളിച്ചാൽ കാശ് പോകും. ചീച്ചുകളി ഉള്ളപ്പോ എന്നെ വിളിക്കും, ഞാൻ വരാം കേട്ടോ. വെച്ചരെ ഇതെന്നാ സംഭവം എന്താണെന്നറിയോ? ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും പാടത്തിന്റെ അവിടെ ഒന്ന് ചീട്ട് കളിക്കുവന്ന്. ഞാൻ വണ്ടി എടുത്തോണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇവന്മാർ പാടം വഴി ഓടും. ചെളിക്കട ആ വാശിക്കിറങ്ങി ഞാനും ഓടും. ഇപ്പൊ ഈ അങ്ങനെ ഓടി ഈ മാസം 7ാമത്തെ ലെതർ ഷൂ ആണ് ഞാൻ മേടിക്കുന്നത്. ഈ പോലീസുകാരുടെ ഏറ്റവും വലിയ ശാപം എന്നാണെന്നറിയോ? പെട്രോളിങ്. എന്ത് പ്രാക്ക് കിട്ടുന്ന പരിപാടിയാണെന്നറിയോ? കുടുംബക്കാരുടെ കംപ്ലീറ്റ് പ്രാക്ക് നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ പണി കഴിഞ്ഞ് ആരെങ്കിലും രണ്ടടിച്ചിട്ട് ഇതിൽ വരുമ്പോ പിന്നെ നമുക്ക് പിടിക്കാതിരിക്കാൻ പറ്റുമോ? അതാണ്. പിന്നെ ഇവരുടെ പ്രാക്ക് കിട്ടും. ഭയങ്കര കഷ്ടപ്പെട്ട ഒരു പരിപാടിയാണത്. സാറെന്താ കുടഞ്ഞു കളഞ്ഞേ? കുടഞ്ഞു കളയണത് ഇന്നലെ ആ ബാറിന്റെ പറ്റയായിരുന്നു എനിക്ക് നൈറ്റ് പെട്രോളിങ്. കുടിയും കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തർമാർ ഊതിയിട്ട് 1/2 ലിറ്റർ സാധനമാണ് ഇതിനകത്ത് കിടക്കുന്നത്. നിങ്ങൾക്കറിയാവോ? ഡെയിലി 1/2 ലിറ്റർ മദ്യം കുടഞ്ഞു കളയുന്ന കേരളത്തിലെ ഏക പോലീസുകാരൻ ഞാനാണ്. എന്നാ ഊത്താണ് ഊതുന്നത്? സാറേ, സാറേ, ഒറ്റയ്ക്കല്ല സാറേ? ഒറ്റയ്ക്ക് ഇങ്ങനെ ഭയങ്കര ബോറടിയല്ലേ സാറേ? ആടാ സമയം എന്തായി സാറേ? ടൈം വാ പറഞ്ഞുതരാം. അല്ല സാറ് പറഞ്ഞാൽ കുഴപ്പമില്ല. വാടാ, സമയം പറഞ്ഞുതരാം. വാ. അല്ല സാറേ, ഞാൻ കുഴപ്പമില്ല, ഞാൻ പോവാം. ഇല്ലടാ വാ, നീ വാ, സമയം അറിഞ്ഞിട്ട് വാ. സ്കൂട്ടർ സ്റ്റാൻഡ് വെച്ച്. അല്ല സാറേ, സ്റ്റാൻഡ് വേടാ, വാ. ചാവി. അല്ല എനിക്കൊരു അത്യാവശ്യം. ഇല്ല, നീ സമയം അറിഞ്ഞിട്ട് പോയാ വാ. അല്ല സാറേ, എനിക്കൊരു അത്യാവശ്യമുണ്ട് സാറേ, ഞാൻ കുഴപ്പമില്ല. സമയം അറിഞ്ഞിട്ട് പോവാം. നീ അടിച്ചിട്ടുണ്ടോടാ? അടിച്ചില്ലടാ നീ? എന്നാ ഇതിനകത്തൊന്ന് ഊതിക്കേ. ഇതിനകത്തൊന്ന് ഊതിക്കേ. എടാ ഊതിട്ട് വേണം സമയം പറയാൻ. ഊതിയാലേ സമയം പറയാൻ പറ്റുള്ളൂ. എന്ത് വിഷമാണ് അടിച്ചിട്ട് വന്നേക്കണത്? മെഷീൻ അടിച്ചു പോയനല്ലോ. ഇപ്പൊ എന്ത് പറ്റിപ്പോയി? ഇവൻ നീ അവിടെ സ്കൂട്ടറിലല്ല വന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായതാണ് നീ അടിച്ചിട്ടുണ്ടെന്ന്. പൊക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ്. അപ്പൊ നീ കറങ്ങി വീണ്ടും എന്റെ കിറി തന്നെ നീ വന്ന് കയറിയേക്കാണ് അല്ലേ? ഇരി. എടാ ഇരിക്കടാ. കസേര കയറി. കസേര ഇല്ലല്ലോ സാറേ. കസേര ഉണ്ടെങ്കിലും സാർ ഇരിക്കുള്ളൂ. ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോ കസേര വേണം. ഈ സിനിമയില് ചില കോമഡി സീനും അതുപോലെ സ്കിറ്റിനൊക്കെ കണ്ടിട്ടില്ലേ? കസേര ഇരിക്കാൻ വേണ്ടി വായുവിൽ ഇങ്ങനെ ഇരുത്തണത്. അത് സ്കിറ്റ് അല്ലേ സാറേ? നമുക്കൊരു സ്കിറ്റ് കളിക്കാം. ഞാൻ ഫ്രീ ആണ്, നമുക്കൊരു സ്കിറ്റ് കളിക്കാം. ഞാൻ നീ കള്ളു പിടിച്ചിട്ട് തന്നെ ആള്. ഒരു മോശമല്ല, നീ കയറി കസേര കയറി വെള്ളച്ചിലെടുക്കണം. അവന് 2 അവസരം ഞാൻ കൊടുത്തതാണ്. ദയവായിട്ട് ഒരു അവസരം കൊടുത്ത് പോകാൻ വേണ്ടി. പിന്നെ ഞാനൊരു അവസരം കൊടുത്തു. അന്നേരം അവൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും കയറി വന്നേക്കണം. സാറേ, നീ ഏതാ? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ഏതാ? നീ കണ്ടാ? എനിക്ക് മനസ്സിലായി. സാറിന് എന്നെ മനസ്സിലായിട്ടില്ല. സാറിന് എന്നെ മനസ്സിലായിരുന്നെങ്കിൽ സാർ ഈ രീതിയിലല്ല എന്നോട് സംസാരിക്കുന്നത്. എനിക്ക് പിടുത്തം കിട്ടിയില്ല. അതെനിക്കറിയാം, എനിക്ക് മനസ്സിലായി. പരിചയമുണ്ട് നമ്മൾ. എനിക്ക് സാറിന് എന്നെ അറിയാം, എനിക്കറിയാം. നമ്മളെ പറഞ്ഞാൽ മനസ്സിലാവും. സോറി, കസേര. അതെ, ഞാൻ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറായിരുന്ന ജോസഫ് സാറിന്റെ വീട്ടിലെ തോട്ടപ്പണിക്കാരനാണ് ഞാൻ. ഞെട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് പറയുമ്പോ സാർ ഞെട്ടുവന്ന്. അതെ, സാറ് കസേര ഇരിക്കില്ലേ? അല്ല, ഞാൻ ഈ ഫോറൻസിക്കിന്റെ കാര്യം, ആ ഫോറൻസിക്കിന്റെ കേസ് പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞ കസേര ഇരിക്കേ. നിന്നെ ഞാൻ ഒരിടത്ത് നീ എവിടെ പോയായിരുന്നു സാറേ? ഞാൻ ഈ വൈകുന്നേരം ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് കസേരയിൽ തളർന്നങ്ങ് ഇതേപോലെ ഇരിക്കുവായിരുന്നു കേട്ടോ. വന്നിരുന്നപ്പോ എന്റെ കൂട്ടുകാരൻ എന്നെ ഒന്ന് ഫോൺ വിളിച്ചു കേട്ടോ സാർ. പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു. കട്ട് ചെയ്തിട്ടപ്പോഴും വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുവാ. അവൻ വിളിച്ചത് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ് സാറേ. അവൻ വെള്ളം അടിക്കുമ്പോ പിന്നെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അത് പറ്റില്ല. പോലീസുകാരന്റെ വയർലെസ് സെറ്റ് എടുത്ത് എറിഞ്ഞു പറഞ്ഞിട്ട് കൂട്ടുകാരന്റെ കള്ളക്കഥയും പറഞ്ഞു വന്നിട്ട് മര്യാദക്ക് അവിടെ ഇരുന്നോണം. ഇല്ല ഇരിക്കട്ടെ കസേര. കുഴപ്പമില്ല സാറേ. കൂട്ടുകാരൻ എന്നെ പറയട്ടെ. എന്നിട്ട് കൂട്ടുകാരൻ വന്നിട്ട് ബാക്കി പറ. കൂട്ടുകാരൻ എന്നെ വിളിച്ചു സാറേ. അവൻ വെള്ളം അടിക്കാൻ പോകാനാ വിളിച്ചത്. എന്റെ പെണ്ണുമ്പിള്ളക്കാണെങ്കിൽ വെള്ളം അടിക്കുന്നവരെ കണ്ണ് കയറിയ കണ്ടുകൂടെ സാറേ? എന്റെ പെണ്ണുമ്പിള്ള സെയിം ആണ്. സെയിം പിച്ച്. നമുക്ക് പോണല്ലോ. വണ്ടിയുടെ ചാവി ഉണ്ടല്ലോ മേശപ്പുറത്തായിരിക്കുന്നത്. ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവിടെ നോയിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പതിയെ ഈ കസേര അങ്ങ് എണീറ്റ്
നേരെ ഇവള് കാണാതെ പമ്മി നേരെ വന്ന് ഈ ചാവി അങ്ങ് എടുത്ത് എടുത്തിട്ട് അവള് കാണാതെ സൗണ്ട് കേൾപ്പിൽ ചെരുപ്പ് ഊരിട്ടിട്ട് പോ. എനിക്കറിയാം ഞാൻ ശ്രദ്ധിച്ചല്ലേ പോവുള്ളൂ. ഞാൻ നേരെ വന്ന് വണ്ടിയിൽ കയറിയിട്ട് അവള് കാണാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരൊറ്റ അവള് കാണരുത്. അവനൊരു കഥയും പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ട് പൊക്കളഞ്ഞോ. ആ നമ്പർ എഴുതിയെടുക്കാനും പറ്റിയില്ല ദൈവമേ. എന്തായാലും സ്റ്റേഷനിലേക്ക് വിളിച്ച് കീഴുദ്യോഗസ്ഥനെ 2 ചീത്ത വിളിക്കാം. അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി 2 അടിച്ചിട്ട് ഇങ്ങനെ വരണ വഴിക്ക് സാർ എന്നെ കൈ കാണിച്ച് വണ്ടിയുടെ ചാവി ഇങ്ങനെ എടുത്ത് ഈ ബോണറ്റിൽ കൊണ്ടുവച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. ഇനി ഞാൻ പൊക്കോട്ടോ സാറേ. നിന്റെ പേരെന്നാടാ? പ്രബുദ്ധൻ. ഇതാരായി പേരിട്ടത്? എൻ്റെ അച്ഛനാ സാറേ. ഇട്ടപ്പോ പുള്ളി വിചാരിച്ചു കാണല്ലേ ഇത്രയും വലിയ അബദ്ധമായിരിക്കും. പ്രഭുത്തിന് പേര് വിട്ടിട്ട് വന്നേക്കണം മനുഷ്യനെ മെനക്കെടുത്താൻ. എങ്ങനെയെങ്കിലും വിടാൻ പറ്റും സാർ. ഇത് അവിടെ ഇരുന്നോണം. 2 പേരുടെ കരടച്ച രസീത് കൊണ്ടെങ്കിൽ നിന്നെ വിടുള്ളൂ. 2 ജാമ്യക്കാർ വേണം. വിളി 2 ജാമ്യക്കാർ വിളി. അയ്യോ അത് പറ്റത്തില്ല സാറേ. വിളിക്കാൻ പറ്റില്ല. എൻ്റെ ഫോൺ ഓഫാ. ഫോൺ ഓഫ്? യവനും ഓഫ് ഇവന്റെ ഫോണും ഓഫ്. സാറേ ഒന്ന് വിളി. താങ്ക്സ് സാർ. ആടാ രമേശാ, ചെറിയൊരു ചെക്കിങ് നമ്മളാളെയാണ് സാറ്. പിന്നെ എൻ്റെ ഫോൺ ഓഫ്, അതുകൊണ്ട് ഞാൻ വേറെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്. നിൻ്റെ ഇല്ലെങ്കിൽ നീ കൂട്ടുകാരെങ്കിലും ഒന്ന് വിളിച്ച് പറയടാ. കരന്തിയത്തെ രസീതോ ആധാറൊക്കെ വേണം. നീ അല്ലെങ്കിൽ നമ്പർ കൊടു, എൻ്റെ വീട്ടിലും കൊടു. അവരടുത്ത് പറ, നമ്പർ കൊടുത്തോടാ ഗ്രൂപ്പിലിടല്ലെങ്കിൽ. ഓക്കെ താങ്ക് യു സാർ. വന്നാലേ വിടുള്ളൂ കേട്ടല്ലോ. ആര് വിളിക്കണത്? ഹലോ പ്രബുദ്ധ, നിന്നെ പോലീസ് പിടിച്ചോ? എടാ പൊക്കക്കാരൻ എസ് ഐ ആണോ? യോഗ പാടാണ് കയ്യിൽ വെറും ഊള. അയാൾ അച്ഛൻ മരിച്ച ഒഴിവിലും കണ്ട് എസ് ഐ ആയതാ. നീ ഒരു പണി എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് രക്ഷപ്പെടാന്ന് നോക്കൂ. വെറും ചവറ് പോലീസാടാ പുള്ളി. നീ ഒരു പണി നീ നേരെ നമ്മുടെ പറമ്പിലേക്കോ, അവിടെ ഞങ്ങളൊരു കുപ്പിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നീ വരുമ്പോഴേ ടച്ചിങ്സ് എന്തെങ്കിലും മേടിച്ചോ കേട്ടോ. ഒരു പണി ചെയ്യേ, ഞാനേ ഒരു ജീപ്പ് അങ്ങോട്ട് വിടാം, നിങ്ങൾ അതേ കയറി ഇങ്ങോട്ട് വാ. അപ്പൊ ടച്ചിങ്സോ? ടച്ചിങ് ചെയ്യാൻ ഇവിടുന്ന് വരാം. പോരെ പറയാ, ഇങ്ങോട്ട് പോരെ. അപ്പൊ ഞാൻ പൊക്കോട്ടെ സാറേ. ഇല്ല നീ പോവല്ലേ, നിന്റെ കൂട്ടുകാരൻ മദ്യമായിട്ട് വരും. നമുക്ക് അടിക്കണ്ട എവിടെയായിരുന്നു. വരട്ടെ, ടച്ചിങ്സ് ഇവിടെ കിട്ടുമല്ലോ. എന്റെ പൊന്നു ദൈവമേ, ആ സമയത്താണ് സാറിന്റെ നമ്പർ അവന്മാരി കൊടുക്കാൻ തോന്നിയത്. ഈശ്വര, ഇനി ഇത് വെറും ഒരു ചെറിയ പെറ്റി കേസ് ഇവന്മാരെല്ലാം കൂടെ വിളിച്ച് ഇതിനെ ഇപ്പൊ എനിക്കൊരു ജീവ വരും താക്കി തരുമെന്നാ തോന്നുന്നു. എന്തുവാണ് അവിടെ കിടന്ന് പെറുപിറക്കണേ? ആര് പിന്നെയും വിളിക്കണത്? നിങ്ങളിത് എവിടെ പോയിരിക്കോ മനുഷ്യ? വീട്ടിൽ നിന്ന് ഞാൻ അറിയാതെ വണ്ടി എടുത്തോണ്ട് പോയി വെള്ളം അടിച്ച് വല്ല പോലീസും പിടിച്ചാണ് നിങ്ങളെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വെള്ളം അടിച്ചോണ്ട് ഈ വീട്ടിലെങ്ങാനും വന്ന് കയറിയ കയ്യും കാലും ഞാൻ തല്ലി ഓടിച്ചോളും പറഞ്ഞേക്കാം. പായും തലയാണ് എടുത്ത് ഞാൻ വെളിയിട്ടിട്ടുണ്ട്. ഇന്ന് സിറ്റ് ഔട്ടിലെങ്ങാനും കിടന്നോണം കേട്ടോ. അതെ, ഞാൻ പ്രബുദ്ധനല്ല. നീ പ്രബുദ്ധനല്ലെന്ന് എനിക്ക് അറിയാണോ? അപ്പൊ നിങ്ങളാണ് എന്റെ കെട്ടിയോനെ കൊണ്ടുപോയി വെള്ളം അടുപ്പിച്ചോണ്ട് നടക്കുന്നല്ലേ? നിന്നെ ഞാൻ കാണാൻ നോക്കിയിരിക്കുവായിരുന്നു. എടാ നിനക്കും ഇല്ലൂടെ വീട്ടിൽ അമ്മയും പെങ്ങമാതി ഒന്നും വേണം ഊളെ. സഹോദരി, ഞാൻ പറയണ കേൾക്കും. ഞാൻ ജോപ്പനാണ്. ഏത് കോപ്പനായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ജോപ്പനല്ല, ഞാൻ ജോപ്പൻ എസ് ഐ ആണ്. എസ് ഐ ജോപ്പൻ. നീ എസ് ഐ ആണ്, ഞാൻ സി ഐ ശാന്തയാണ്. എന്നാ സാറേ പരിപാടി? ഇവിടെ ഗാനമേള നടക്കണം. കരോക്കെയാണല്ലേ? അല്ലടാ, ഓർക്കസ്ട്ര ജീപ്പിനകത്തുണ്ടോ? ചികിത്സാ സഹായായിരിക്കും. പണ്ടൊക്കെ വണ്ടിയുടെ സൈഡിൽ പോസ്റ്റ് ഒട്ടിച്ചായിരുന്നു ഈ പരിപാടി. ഇപ്പൊ രോഗിനെ ലൈവ് കൊണ്ട് ഇരുത്തിട്ടാണോ പാട്ട്? പുള്ളിയുടെ ചികിത്സാ സഹായത്തിന് പാട്ട് പാടുമല്ലേ? എന്ത് മണ്ടത്തരം വിളിച്ച് പറയുന്നത്? എടാ ചെക്കിംഗ് ആണ്, ചെക്കിംഗ്. എന്താ ചെക്കിംഗ്? എടാ ഈ ഹെൽമെറ്റ് ഇല്ലാത്ത വരുന്നതും ഈ മദ്യപിച്ചിട്ട് വരുന്നവരെയൊക്കെ ചെക്കിംഗ്. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. എന്നാ? ഞാൻ മദ്യപിച്ചിട്ടില്ല, എനിക്ക് വണ്ടിയില്ല, അതുകൊണ്ട് ഹെൽമെറ്റും വേണ്ട. നീ പൊക്കോ, കുഴപ്പമില്ല പൊക്കോ. എവിടെ പോണു? ആ സാറ് പൊക്കോളാൻ പറഞ്ഞു. ഓ, ഐ ജി സാറ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അത് പുള്ളി മദ്യപിച്ചിട്ടില്ല, ഹെൽമെറ്റ് വണ്ടിയില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. സാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കേസ് അറിഞ്ഞില്ല. സാറ് വിട്ടാന്ന് അറിഞ്ഞില്ല. താനേതാ പറഞ്ഞ തന്റെ ഡീറ്റെയിൽ? താനേതാ? ഞാനൊരു മരം വെട്ടുകാരനാ സാറേ. മരം വെട്ടുകാരൻ? ഞാൻ പറഞ്ഞില്ലേ സാറേ, പാവം ആണല്ലേ. ഈ ബാഗിനകത്തല്ല പണിയായുധം ഒന്ന് കാണിച്ചു നോക്കട്ടെ. കാണിക്കാത്ത കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മരം വെട്ടുകാരനെ, പാവാ സാറേ. പറഞ്ഞു ചുമ്മാ ആവശ്യമില്ലാത്ത വള്ളി കേസ്. മരം വെട്ടുകാരൻ മനസ്സിലായില്ലായിരുന്നു എനിക്ക് പെട്ടെന്ന്. വേറെ എന്നാടാ അതിനകത്തുള്ളത്? വെള്ളി കോടാലിയോ? നീ എന്നാടോ അതിനകത്തുള്ളത്? അത് കോടാലിയാ. സ്വർണത്തിന്റെ കോടാലിയോ? എടാ, സ്വർണത്തിന് ഇതുപോലെ തീ പിടിച്ച വില നിൽക്കുമ്പോ നീ എവിടുന്നാടാ? സ്വർണത്തിനാണോ നീ മരം വെട്ടാൻ വേണ്ടി പോണത്? നീ ഏത് രാജ്യത്തെ രാജാവാടാ? രാജാവോ?
സാറിന്റെ മുഖത്തൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആ. സാറ് എന്നെ മനസ്സിലായില്ലേ അപ്പം? ഇല്ല ഇല്ല സാറ് ഞാൻ പഴയ മാധവൻ. ഏത് എനിക്ക് ഇപ്പുറത്തും കിട്ടണല്ലോ. പണ്ട് ജലദേവത മഴു വെള്ളത്തിൽ പോയിട്ട് ജലദേവത കൊണ്ട് 3 കോടാലി തന്നില്ലേ, ഉവ്വ. അനുഗ്രഹിച്ചു വിട്ടില്ലേ ആ. എന്റെ സത്യസന്ധതയിൽ. ആ. ആ മാധവനാണ് ഞാൻ. ഓ മാധവൻ. അത് മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ. ഞാൻ പ്ലെയിൻ മാധവൻ. എനിക്ക് ഇൻഷൽ ഇല്ല. അതിന് ഇൻഷലില്ലാത്ത എനിക്ക് ഇൻഷൽ അലർജിയാ. ഈ വെട്ടി കയറുമ്പോ വേർക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാനേ പക്ഷെ എനിക്ക് ചെറുത് ഒരു സംശയം കിടപ്പുണ്ട്. അത് വേണം, അത് വേണം. എനിക്ക് സംശയം കിടപ്പുണ്ട്. പോലീസുകാരനാ സംശയം വേണം. ആ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മാധവന്റെ കേസ് കഥയൊക്കെ എനിക്കറിയാം. ആ, അതെ, അതെ, അതെ. പക്ഷെ അന്ന് ഉള്ള ആള് ഇത്രയും കാലം കഴിച്ചിട്ട് എങ്ങനെ ഈ ഫിഗർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്? അതാണ് സംശയം. ആ. സാറ് കുഞ്ഞിലെ മമ്മൂട്ടിനെ കണ്ടുണ്ടോ? മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മമ്മൂട്ടിനെ കണ്ടിട്ടുണ്ട്. വല്ല വ്യത്യാസമുണ്ട് രണ്ടു തമ്മിൽ? ഒരു വ്യത്യാസമില്ല കേട്ടോ. സെയിം ഫിസിക്കൽ അപ്പിയറൻസ് ആണ് എനിക്ക് മമ്മൂക്കയ്ക്ക്. അതാണ് ഞങ്ങൾ ഒരുപോലെ മമ്മൂട്ടിനെയും പുള്ളിനെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യണത്. മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞിട്ടില്ല, നമ്മുടെ സ്വകാര്യ അഹങ്കാരാണ്. ഞാനൊരു സ്വകാര്യ അങ്കാരാ ആരുടെ? ഞങ്ങളുടെ നാട്ടിലെ. പിന്നെ സ്വകാര്യമായിട്ടിരിക്കും, ഞാൻ സ്വകാര്യമായിട്ട് അംഗീകരിക്കും. മതിയവാ നീ കിടുക്കനാടാന്ന് പറഞ്ഞ് ഞാൻ തന്നെ അംഗീകരിക്കും. ഉവ്വ് ഉവ്വ് ഉവ്വ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ വന്ന് കണ്ടതുകൊണ്ട് എനിക്ക് ചെറിയൊരു ആഗ്രഹം. എന്താ? ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ. ആ എന്താ ആയിക്കോട്ടെ. ആ 3 എടുത്ത് പൊക്കി പിടിച്ചോ. ആ കോടാലി 3 എടുത്ത് പൊക്കി പിടിച്ചോ. ഒന്ന് ചിരിച്ചേ. ആ ഇനി ഒന്ന് ചിരിക്കാതെ. ഓക്കെ. സ്റ്റാറ്റസ് ഇടാനായിരിക്കും അല്ലേ സാറേ? ഇരിക്കട്ടെ. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും അല്ലേ സംഭവം കിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ? ചോദിക്കും. സാർ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അങ്ങനെ ഇതൊക്കെ ഈ 21ാം നൂറ്റാണ്ടിൽ നടക്കും. ഇത് 2026 അത് അമർ ചിത്ര കഥയാണോ അവൻ പറഞ്ഞോണ്ടിരിക്കുന്നത്? സാർ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. ആ പിന്നെ അതെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മൊത്തം ഒന്ന് പറഞ്ഞു. സാറിന് ചോദിച്ചു. ഇയാളെ എവിടുന്ന് വരുന്നു? ഞാൻ തവിടുന്ന് വരുന്നു. ഇപ്പൊ എങ്ങോട്ട് പോണു? ഇതങ്ങോട്ട് പോണു. എന്നാ ഇതിങ്ങോട്ടൊന്ന് മാറിയുന്നേ. നിന്റെ പേരെന്താന്ന് പറഞ്ഞത്? മാധവൻ. മാധവൻ. അച്ഛന്റെ ഡീറ്റെയിലൊക്കെ മരമട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. അപ്പ നീ ഈപ്പച്ചനാണല്ലേ? അല്ല മാധവൻ. അല്ലല്ല നീ ഈപ്പച്ചനാണ്. അല്ല മാധവനാണ്. നിന്റെ അപ്പം മരമട്ടുകാരനാണോ? ആ, അപ്പൻ അപ്പൊ നീ ഈപ്പച്ചൻ. അല്ല ഞാൻ മാധവനാണ്. നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ ഈപ്പച്ചൻ. സാർ പറഞ്ഞ കറക്റ്റ്. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അയ്യോ സാറേ, എന്റെ അപ്പൻ മരമട്ടുകാരനായിരുന്നു. ആ. ഞാൻ പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. ആ. അപ്പം മരം വെട്ടി കൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞോണ്ടിരുന്നത്. ഓ ശരി. അപ്പൻ ഈ കാട്ടിൽ പോയിട്ടുണ്ടല്ലോ, ആ. പാഴ്മരങ്ങളെല്ലാം വെട്ടി വിറകാക്കി നാട്ടിൽ മുഴുവൻ വിറ്റ് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പ്രബുദ്ധ പാവട. അതാണ്. കാട്ടിൽ പോയിട്ട് പാഴ്മരം വെട്ടി ജീവിക്കുന്ന ടീം. അതെ, അതെ. എന്തൊക്കെ പാഴ്മരമായി വെട്ടി വിൽക്കാറുള്ളത്? മെൽട്രി, സ്മെൽട്രി, സുഗന്ധമരം എന്ന് പറയും. സുഗന്ധമരം എന്ന് പറയുമ്പോ അങ്ങനെ ഒരു മരം ഞാൻ കേട്ടിട്ടില്ല. അത് കത്തിച്ച് കഴിഞ്ഞാൽ മണം വരും ചെറുതായിട്ട്. ആ. പിന്നെ വേണേ കല്ലിലൊക്കെ കുറച്ച് നെറ്റിയെ തൊടാം. സാറേ ചന്ദനമരം കാട്ടിക്കറി പറ്റുന്ന കാര്യമാണ് പറയുന്നത്. റാസ്കൽ. ചന്ദനം കാട്ടി പിന്നെ എന്തിനാണ് നീ സുഗന്ധമരം എന്ന് പറഞ്ഞത്? ചന്ദനം എന്ന് പറഞ്ഞ കേസല്ലേ സാറേ? എന്റെ വീട്ടിൽ വേറെ ആണെങ്കിലും ഈ പരിപാടി ഉണ്ടോ? വേറെ ഒരു കൊച്ചുമോനുണ്ട്. ആ. അവൻ ആന്ധ്രയില്ല. അവനിപ്പം മരത്തിന്റെ പരിപാടി. ആന്ധ്രയിൽ അവൻ എന്നാ പരിപാടി? അവൻ ബ്ലഡ് ട്രീയുടെ പരിപാടിയാണ്. ബ്ലഡ് ട്രീ എന്ന് പറയുമ്പോ രക്തമരം, അങ്ങനെ ഒരു പരിപാടി. രക്തമരം ഞാൻ കേട്ടിട്ടുള്ളൂ. രക്തമരം. പൊന്ന് സാറേ, രക്തചന്ദനം കാട്ടിക്കറി വെട്ടുന്ന കാര്യം പറഞ്ഞു. രക്തചന്ദ്രത്തിന്റെ പേര് മാറ്റിട്ട് ബ്ലഡ് ട്രീ എന്ന് പറഞ്ഞല്ലോ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട്. അവന്റെ പേരെന്നാ? അവന്റെ പേര് പുഷ്പരാജ്. താഴത്തില്ല സാർ. താഴെയല്ലോ നീ പൊക്കിക്കൊണ്ട് വരുമല്ലോ ഓരോ കേസ്. ഈ കേസ് ഇവിടെ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് കുടലിട്ട് എനിക്ക് കൊണ്ടിട്ട് അറിയാൻ പറ്റില്ല സാറേ. മറ്റേ ജലദേവത എനിക്ക് തന്ന മരം വെട്ടാൻ പണ്ട് പോയപ്പം. അല്ല ഞാനേ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ജലദേവത കോടാലി തന്നപ്പോ ബില്ലോ സർട്ടിഫിക്കറ്റോ അങ്ങനെ വല്ലതും അതിന്റെ കൂടെ തന്നായിരുന്നു? സാർ എന്ത് മണ്ടരാ സാറേ. ആ. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ബില്ലുമായിട്ട് വന്നാൽ അത് കുതിർന്നു പോകത്തില്ല. വെള്ളത്തിനടി സ്വർണം പ്രശ്നമല്ല. സ്വർണ്ണം അലിക്കല്ലേ വെള്ളത്തിൽ. പേപ്പർ ആകുമ്പോ അലുത്തു പോവും. അതാണ്. ഉമ്മ 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 ഞാനല്ല, ഉമ്മ. ഞാനല്ല. ആരടാ ഡിലേ ടു നീ എനിക്ക് താ ഒന്നും താ. ഒരു ഉമ്മ താ. വാ ഇറങ്ങി വാ. വാടാ ഇങ്ങോട്ട്. ആരടാ അത്? ആരത്? റോങ് നമ്പറാ സാറേ. റോങ് നമ്പർ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നീ ഉമ്മ കൊടുക്കോ? അല്ലേ? സ്പീക്കർ ഓൺ ചെയ്യ്. സ്പീക്കർ ഓൺ ചെയ്യ്. ഇല്ല ഓൺ ചെയ്യ്. സ്പീക്കർ ഓൺ ചെയ്യ്. ഉമ്മ ഇനി എനിക്കൊരെണ്ണം എന്താ? കട്ടി. എടോ ഞാനിവിടെ ഓരോ കേസിൽ തുമ്പുണ്ടാക്കിക്കൊണ്ട് വരുമ്പോ അവൻ ഓരോ കേസ് കെട്ടനെ വിളിച്ചോണ്ട് വന്നേക്കും. മാറിക്കോട്. അപ്പൊ ഞാൻ ഈ സംഭവമൊക്കെ ഞാൻ വിശ്വസിച്ചു. എന്നാലും എനിക്ക് ചെറിയൊരു സംശയം കിടക്കണം. അതായത് നീ ഈ മരം ഇങ്ങനെ വെട്ടിപ്പോ ഈ മഴ തെറിച്ച് പുഴയിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ? അതിവിടെ അതുപോലെ ഒന്ന് കാണിച്ചു തന്നെ. പക്ഷെ വേറെ വിഷയമുണ്ട്. എന്നാണ്? മഴ വഴുതി പോണ്ടേ വെള്ളത്തിലേക്ക്? അതിന് നദിയില്ല. നദിയില്ല, അതിങ്ങനെ വെള്ളത്തിൽ പോകും. എന്ത് മണ്ടത്തരായി പറയുന്നത്? എടാ ഇതിൽ ഒഴുകി പോണ കണ്ടില്ലേ? നിനക്ക് കണ്ണ് കാണാൻ പാടില്ലേ? എവിടെ? ഒരു നദി അരച്ച് ഒഴുകി പോണ നീ കണ്ടില്ലേ? ഒരുത്തൻ അവിടെ നിന്ന് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു. സാറേ കോളടിച്ചല്ല, കിടിലം പറ്റി അടിച്ചോളൂ. 4 പേര് ഇന്ന് മണലൂറ്റുന്നാണ്ടാ. കളിച്ച് കയറല്ലേ? ഞാൻ ഒരു സാധനം പറയുന്നു, അത് വിട്ടേ. പെട്ടെന്നല്ലേ. പക്ഷെ വേറെ വിഷയമുണ്ട്. ഈ ജലദേവനെ കാണാൻ വേണ്ടിട്ടല്ലേ സാർ ഇത് പറഞ്ഞത്? ഇന്ന് ജലദേവത വരത്തില്ല. ജലദേവത മെഡിക്കൽ കോളേജിൽ കിടക്കുക.
മെഡിക്കൽ കോളേജിൽ ആ അതിനാ സാറേ പണ്ട് എനിക്ക് ഈ സ്വർണ്ണക്കോടാലി കിട്ടുന്ന എന്റെ കൂട്ടുകാരൻ മല്ലനുണ്ടല്ലോ ആ. അവൻ ചുമ്മാ ഒരു കോടാലിയായിട്ട് പോയി ഇങ്ങനെ വെട്ടി മനഃപൂർവ്വം ഈ കോടാലി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ അത് കറക്കി വെട്ടിക്കൊണ്ടിരുന്ന ഈ ജലദേവത നെറ്റി ചെന്ന് കൊണ്ടിട്ട് നെറ്റി പൊള്ളുന്ന 36 ചുറ്റുമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കും. ജലദേവത മെഡിക്കൽ കോളേജിൽ നടക്കും. അതെ സാറേ ഇതൊന്നും വിശ്വസിക്കല്ലേ സാറേ, ഞാൻ ഇത് ആദ്യം പറഞ്ഞില്ലേ സാറേ, എന്ത്? ഇവൻ ചുമ്മാ കള്ളത്തറ ഈ കള്ളക്കഥ പറഞ്ഞു. അല്ല അവനത് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. എന്താ കള? അവൻ ലോജിക് അടച്ചില്ലേ പറഞ്ഞത്. അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പാടില്ലേ കറക്റ്റ് ഡിറ്റോ ഫിഗർ. അതുപോലെ തന്നെ നോക്കിയത് ഡിറ്റോ ആ അന്നത്തെ ആ ഹെയർ ഇല്ലേ സെയിം കറക്റ്റ് ഹെയർ. നോക്കിയ ആ മീശ വരെ മാധവന്റെ കറക്റ്റ് മീശയാണ്. നോക്കി കണ്ടാ പരിശോധിച്ച് തൃപ്തിയാക്കി തിരിച്ചതാ എനിക്ക് മെഡിക്കൽ കോളേജിൽ ചോറും കൊണ്ടുപോകാനാണ് ജലദേവതയ്ക്ക്. ചോറുണ്ടോ? ഞാൻ ജലദേവത ബൈസ്റ്റാൻഡർ അല്ലേ. സാറേ ഒരു മെസ്സേജ് വന്നു സാറേ, ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് സംഭവം എല്ലാം കറക്റ്റ് ആയിട്ട് വന്നല്ലോ. എന്താ സാറേ? രാവിലെ ഞാൻ ഇവന്റെ കൂടെ ഇരുന്നിട്ട് ഒരു സെൽഫി എടുത്തില്ലേ, അത് സാറ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് എടുത്തേ. എന്നല്ലേ താൻ വിചാരിച്ചത്? അതെ, അതെ. ഞാൻ വെറും മണ്ടനാണെന്നാണോ നീ വിചാരിച്ചത്? പിന്നെ? എടാ ഇവന്റെ ഡീറ്റെയിൽസ് മുഴുവൻ സൈബർ സെല്ലായിട്ട് ഞാൻ അയച്ചു കൊടുത്തതാണ്. ആണോ? ഇവനെ നിനക്ക് മനസ്സിലായോ? ഇല്ല. ഇവന് ഇതുപോലെ വേഷം കെട്ടി നടന്നിട്ട് ഇവന് സ്വർണ്ണക്കടത്താണ് ഇവന്റെ മെയിൻ പരിപാടി. കേരളത്തിൽ ഇവൻ മാധവൻ, തമിഴ്നാട്ടിൽ ഇവൻ മുനിയാണ്ടി, കർണാടകയിൽ ഇവന്റെ അഡ്രസ് എന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഇവന് സ്വർണം സ്ഥിരമായിട്ട് കൊടുക്കുന്ന ജലദേവതയെ കുന്തിപ്പുഴയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. കേരള പോലീസ് കുന്തിപ്പുഴയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പൊ കയറിക്കേ സാറ് വണ്ടിയെ കയറി. വണ്ടിയെ കയറി എന്റെ കാര്യം തീരുമാനമായോ? രണ്ടെണ്ണത്തിനും കാര്യം തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ സാറേ, എനിക്ക് ഇനി നീ പുറലോം കാണി കുറച്ച് കഴിയും. സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നാ? ഞാനിപ്പോ ഇറങ്ങുമ്പോ കുറെ നാൾ കഴിയുമല്ലോ. ആ. ഈ വിഗും മീശയും ആ ഫ്ലവേഴ്സിലെ മേക്കന്മാരിലെ ജിനു അവരെ ഒന്ന് ഏൽപ്പിച്ചേക്കണം. ഇല്ല ഞാൻ ഇറങ്ങി വരുമ്പോ വാടക അവൻ ഒടുക്കത്തെ വാടക മേടിച്ച് എന്നെ കൊല്ലും. അറിയാവോ സ്ഥിരമായിട്ട് അവനെ എനിക്ക് വിഗും മീശ തന്നിരിക്കണം. അപ്പൊ പ്രഭുതോ, ഈ കേസിൽ രണ്ട് പ്രതി അല്ലല്ലോ. പിന്നെ? ജലദേവത ഇവന് മാത്രല്ല, പിന്നെ? ഇവന് സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരാളോട് ഉണ്ട്, ജിനു. അപ്പൊ അവനെ നമുക്ക് ആദ്യം പോക്കാം. അപ്പൊ വണ്ടി നേരെ ഫ്ലവേഴ്സ് ടിവിയിലേക്ക് പോട്ടെ, അതെ. കേരള ജീപ്പില്.